ഏത് കെട്ടിടത്തിനും പില്ലർ ഉള്ളതുപോലെ തിയോളജിയെ താങ്ങി നിർത്തുന്ന 7 തൂണുകളുണ്ട്. There are 7 pillars to support the theology. ഒന്ന്, ആദ്യത്തേത് എന്നാണെന്നറിയാമോ? ദൈവം. There is no theology without God. ദൈവത്തെ കൂടാതെ ദൈവശാസ്ത്രം ഇല്ല. തിയോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണ് ദൈവം എന്നുള്ളത്. Hebrews chapter 2 verse 10. വേറൊരാൾ റോമാലേഖനം 11:36. എബ്രായ ലേഖനം 2:10, റോമർ 11. സകലത്തിനും ലാക്കും സകലത്തിനും കാരണപൂരിതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞനാക്കുന്നത് യുക്തം ആയിരുന്നു. ആമേൻ. സകലത്തിനും ലാക്കും സകലത്തിന്റെയും കാരണം ഭൂതൻ. He is the author of all things. നീ റോമാലേഖനം 11:36 നോക്കിയേ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ. അവനും സകലവും അവനിൽ നിന്നും, അടുത്തത് അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ. അന്നേരം അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അന്നേരം ദൈവശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട പില്ലർ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തെ മാറ്റി നിർത്തി ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധിക്ക് പ്രാധാന്യത കൊടുക്കാതെ, ദൈവത്തിന്റെ സ്നേഹത്തിന് പ്രാധാന്യത കൊടുക്കാതെ, ദൈവത്തിന്റെ കരുണയ്ക്ക് പ്രാധാന്യത കൊടുക്കാതെ, ദൈവം പറഞ്ഞ ഉപദേശങ്ങൾക്ക് പ്രാധാന്യത കൊടുക്കാറൊക്കെ പല സഭകളിലും ഒക്കെ ദൈവശാസ്ത്രമൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല. ഓക്കെ. രണ്ടാമത്തേത് ഭക്തി എന്ന തൂണാണ്. ഭക്തി, റിലീജിയൻ എന്ന് പറയാം. റിലീജിയൻ, മിക്ക മനുഷ്യർക്കും ഭക്തിയുണ്ട്. നമുക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഭക്തിയുണ്ട്. ഇറ്റ് ഈസ് എ വേ ടു ഗോഡ്. ദൈവത്തിങ്കിലേക്കുള്ള ഒരു മാർഗമാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയുള്ളവരാണ് യഥാർത്ഥ ദൈവത്തെ ക്രിസ്തുവിൽ കൂടെ കണ്ടുമുട്ടിയിട്ടുള്ളത്. ഭക്തി എന്ന് പറയുന്നത് ഡ്രസ് കോഡിലല്ല. ഭക്തി എപ്പോഴും അതിന്റെ ശക്തിയിലാണ്. 2-3 വാക്യങ്ങൾ വായിക്കണം. 2 Timothy chapter 3 verse 5. 2 Timotheus 3:5. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഇന്ന് ലോകത്ത് നോക്കുമ്പോൾ എല്ലാം ഈ പല ഭക്തിയുടെ പല വേഷങ്ങളുണ്ട്. ചില സ്ഥാനവസ്ത്രമൊക്കെ കാണുമ്പോൾ നമ്മൾ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷെ ശക്തിയില്ല, വേഷം മാത്രമേ ഉള്ളൂ. ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് ദൈവത്തെയും ദൈവശക്തിയെയും വചനത്തെയും ത്യജിക്കുന്ന ഒരു സമൂഹം ഇന്നുണ്ട്. കാരണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യഥാർത്ഥ ഭക്തിയാണ്. സദൃശവാക്യങ്ങൾ പ്രൊവേർബ്സ് ചാപ്റ്റർ 23 verse 17. സദൃശവാക്യങ്ങൾ 23:17 വായിച്ചേ. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവാ ഭക്തിയോടിരിക്കുക. മനുഷ്യഭക്തി ഒരുപാടുണ്ട്. വ്യക്തികൾ ദൈവമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പാർക്കുന്നത്. വ്യക്തി പൂജകൾ.
ദൈവത്തിന്റെ വചനം വ്യക്തിപൂജയ്ക്ക് യാതൊരു അടിസ്ഥാനവും തരുന്നില്ല. ഒരു മനുഷ്യനെ ആരാധിക്കാനോ ഏതെങ്കിലും മനുഷ്യനോട് പ്രാർത്ഥിക്കാനോ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. സദൃശവാക്യങ്ങൾ 23:17 വായിക്കുന്നത്, നീ എപ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. ദൈവത്തോടുള്ള ഭക്തിയാണ്. ഇനിയും യാക്കോബിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ട്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-27 ഒന്ന് വായിച്ചേ. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ആമേൻ. മനസ്സിലായോ? എന്തെങ്കിലും വാഗുണ്ട് ചെറുപറ പറയുന്നതല്ല ഭക്തി. ലോകത്തോടുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ വിശുദ്ധിയോട് ജീവിക്കണം. ഒരു ഭക്തൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്തിരിക്കണം. അനാഥരോടും വിധവമാരോടും കരുണ കാണിക്കണം. അത്തരം തിയോളജിയുടെ അടിസ്ഥാന തൂണുകളിൽ ഒന്ന് ദൈവം, 2 ഭക്തി. ഭക്തി വേഷത്തിലല്ല, അതിന്റെ ശക്തിയിൽ തന്നെ തുടരണം. 3-ാമത്തെ തൂണെന്ന് പറയുന്നത് വെളിപ്പാടാണ്. വെളിപ്പാട്. ചില നാമധേയ സഭാ നേതാക്കന്മാരൊക്കെ വെളിപ്പാടെന്ന് പറയത്തില്ല, അവർ വെളിപാടെന്നാ പറയുന്നത്. എന്താ വെളിപാട്? വെളിപാടെന്നൊന്നും ഇല്ല കേട്ടോ. വെളിപ്പാട് എന്ന് പറഞ്ഞ എല്ലാവരും ഈ കൂട്ടത്തിൽ ആരെങ്കിലും വെളിപാടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കോണം. വെളിപാടില്ല. വെളിപാടും ഒന്നുമല്ല, വെളിപ്പാട്. ആ, വെളിപ്പാടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ നീക്കി കാണിക്കുക എന്നുള്ളതാണ്. ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകത്തിന്റെ പേരെന്താണ്? വെളിപ്പാട് പുസ്തകം. ഈ ചില ശിലകളും ചില കമ്പനികൾ അല്ലെ ചില പ്രത്യേക നെയിം പ്ലേറ്റ് ഇതൊക്കെ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി മന്ത്രിമാരൊക്കെ വരുമ്പം ഇതിങ്ങനെ കർട്ടൻ ഇട്ട് വെച്ചേക്കുമായിരിക്കും. മന്ത്രിമാർ വന്നിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ മറ നീക്കി ഇങ്ങനെ കാണിക്കും. അന്നേരം മറഞ്ഞിരുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനാണ് വെളിപ്പാടെന്ന് പറയുന്നത്. മറ നീക്കി കാണിക്കുക. പിന്നെ ഗ്രീക്കിലാണെങ്കിൽ അപ്പോകാലിപ്സിസ് എന്ന് പറയും. സ്തോത്രം. നിമ്മി സിസ്റ്ററൊക്കെ ചർച്ചയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വെളിപ്പാട് ദിവസത്തിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? സ്തോത്രം. വെളിപ്പാട് മറ നീക്കി കാണിക്കുക. എന്നാൽ ഉള്ള യാഥാർത്ഥ്യങ്ങൾ മറ നീക്കി കാണിക്കുന്നതാണ് വെളിപ്പാട്. നമ്മൾ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ വെളിച്ചം വരുമ്പോൾ ഇരുട്ടത്തിരിക്കുന്നതെല്ലാം കാണാൻ പറ്റും. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറിപ്പോകും. യേശു ക്രിസ്തു എന്ന വെളിച്ചത്തെ നമ്മൾ കണ്ടുമുട്ടിയപ്പോഴാണ് ഇരുട്ടിന്റെ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞതും വെളിച്ചത്തിന്റെ പാതയിൽ നടക്കാനുള്ള ഭാഗ്യം ദൈവം തരുവാൻ തക്കോണം ഇടയായിട്ടുണ്ട്. കർത്താവ് ആദ്യം പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ട് തിരിച്ച് തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് നമ്മെ നോക്കിയിട്ട് പറയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അന്നേരം 3 കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു. ഒന്ന്, ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാന സത്യങ്ങളിൽ ഒന്ന് ദൈവം, 2 എന്തുവായിരുന്നു? ഭക്തി, 3 വെളിപ്പാട്. 4-ാമത്തെ കാര്യം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ദൈവശാസ്ത്രത്തിലെ 4-ാമത്തെ വെളിപ്പാട്, 4-ാമത്തെ സത്യം യേശുക്രിസ്തു. ആമേൻ. ജോസഫ് ചാക്കോസ് പാസ്റ്റർ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് തുടക്കത്തിൽ പഠിച്ചാൽ പിന്നെ അതെ, യേശു ക്രിസ്തു. ആമേൻ. ദൈവവചനമെന്ന് തിരുവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഏക വ്യക്തി യേശു ക്രിസ്തുവാണ്.
യോഹന്നാൻ 1:1 നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. വെളിപ്പാട് ദിവസവും 19-ാം അധ്യായത്തിൽ 12-13 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ തന്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് വരികയാണ് കുതിരപ്പുറത്ത്. ആ വെള്ളക്കുതിരമേലിരിക്കുന്നവന് വചനം എന്ന് പേര്. മനസ്സിലായോ? നേരം യേശു ക്രിസ്തു ദൈവത്തിന്റെ സമ്പൂർണ്ണ വെളിപ്പാടാണ്. സമ്പൂർണ്ണ വെളിപ്പാട്. യോഹന്നാൻ 1:18 വായിച്ചേ. യോഹന്നാൻ 1:18. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് കിട്ടിയത് ക്രിസ്തു വെളിപ്പെടുത്തി തന്ന വഴികളിലൂടെയാണ്, ക്രിസ്തുവിന്റെ പാതകളിലൂടെ. ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാനും പിതാവും ഒന്നാകുന്നു, അല്ലെ? യോഹന്നാൻ 10:30 കാണാൻ പറ്റൂ. ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. 4 തൂണ്. 5-ാമത്തേത് ദൈവശാസ്യത, ഇൻസ്പിറേഷൻ. 2 തിമോത്തി 3:16, 2 തിമോത്തിയോസ് 3:16 വായിക്കുമ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യം. All scripture is given by inspiration of God. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യം. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമ എഴുത്തുകളാണെങ്കിലും ദൈവത്തിന്റെ ശ്വാസമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് യഹോവയായ ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറഞ്ഞ പോലെ ദൈവം ഊതിയതാണ്, ദൈവത്തിന്റെ ശ്വാസമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. 40-ൽ പരം എഴുത്തുകാർ 1500 വർഷങ്ങൾ കൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇത് എഴുതിയെങ്കിലും ബൈബിളിന്റെ ഉള്ളടക്കത്തിനോ അതിന്റെ പ്രതിപാദ്യ വിഷയത്തിനോ അതിന്റെ ലക്ഷ്യത്തിനോ ഒരു കോട്ടവും വരാത്തതിന്റെ കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലായോ? അത് ദൈവശാസ്യമാണ്. നാം എഴുതുന്ന ദൈവശാസ്ത്രത്തിനും വചനം അംഗീകാരം തന്നെ. ഒരുപാട് പേര് തിയോളജി, ലിബറൽ തിയോളജി എന്ന് പറഞ്ഞ് വിമോചന ദൈവശാസ്ത്രം ഒക്കെ ഉണ്ട്. അതൊന്നും ദൈവം അംഗീകരിക്കുന്നതല്ല. തിയോളജി ആരെഴുതിയാലും ദൈവവചനം അതിന് അംഗീകാരം തന്നിരിക്കണം, അല്ലാത്തതൊന്നും ദൈവം അംഗീകരിക്കുന്നതല്ല. 6-ാമത്തേത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന തൂണ്. സാറേ, ഒരു ആദ്യം പറഞ്ഞ ഒരു വേദഭാഗം എന്നുള്ളതെന്ന് പറയാം, റെഫറൻസ് ഏതാ? ദൈവവിശ്വാസത്തിന്റെ ആണോ? അതെ, 2 തിമോത്തിയോസ് 3:16 ഉണ്ട്, 1 തെസ്സലോനിക്കർ 2:13 ഉണ്ട്. 2 തിമോത്തിയോസ് 3:16, 1 തെസ്സലോനിക്കർ 2:13. ഇനി 6-ാമത്തേത് പരിശുദ്ധാത്മാവ്. ഇനി ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുവേ. എനിക്ക് നമ്മുടെ ചർച്ചിന്റെ ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, ഇച്ചിരി ദൂരെയാണ്, അതുകൊണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നത് പരിശുദ്ധാത്മാവാണ്. യെശയ്യാ പ്രവചനം 34:16 വായിക്കാവോ? യെശയ്യാ 34:16. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. ഒരാമേൻ പറഞ്ഞ എല്ലാവരും. അവന്റെ ആത്മാവല്ലോ കൂട്ടിവരുത്തി. ദൈവം അരുളി ചെയ്ത തിരുവെഴുത്തുകൾ നമ്മുടെ കയ്യിൽ ഈ പുസ്തക രൂപേണത്തിൽ വരാൻ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി. ദൈവത്തിന്റെ വായാണ് ഇത് അരുളി ചെയ്തത്, ദൈവത്തിന്റെ ആത്മാവാണ് ഇതിനെ കൂട്ടിവരുത്തത്. അതുതന്നെയാണ് 2 പത്രോസ് 1:20-21 പത്രോസ് ലീഗ പറയുന്നത്. 2 പത്രോസ് 1:20-21 വായിച്ചേ. 2 പത്രോസ് 1:20-21.
തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല ഒന്ന് എന്ന് ശ്രദ്ധിക്കണം, ആദ്യം തന്നെ തിരുവഴുത്തിലെ അറിഞ്ഞുകൊള്ളണം. ശ്രദ്ധിക്കണം, തിരുവഴുത്തിലെ പ്രവചനമൊന്നും പ്രവചന ബൈബിൾ എന്ന് പറയുന്നത് പ്രവചനങ്ങൾ കൂടെയാണ്, മുഴുവൻ പ്രവചനമല്ല. എന്നാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ധാരാളം പ്രവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ബൈബിളിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ വന്നതല്ല. അടുത്തത്, ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. അത് നമ്മൾ അറിഞ്ഞോണം. പ്രവചനം അവനവന്റെ ഇഷ്ടമനുസരിച്ച്, സൈമൺ ഭാഷ ഇഷ്ടമനുസരിച്ച്, അല്ലെങ്കിൽ മേഴ്സിയുടെ ഇഷ്ടമനുസരിച്ച്, ജോസഫ് ചാക്കോയുടെ ഇഷ്ടമനുസരിച്ച് പറഞ്ഞു പിടിപ്പിക്കുന്നതല്ല തിരുവചനത്തിലെ പ്രവചനങ്ങൾ. പിന്നെന്തോ അടുത്ത വായിച്ചു. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ആമേൻ. ഒരു കരമുറിച്ച് സ്തോത്രം പറഞ്ഞാട്ട് എല്ലാവരും ആമേൻ. അന്നേരം ദൈവത്തിന്റെ കൽപ്പന കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ച് എഴുതപ്പെട്ടതാ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അന്നേരം പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ദൈവമർമ്മങ്ങളെ അറിയുവാൻ സാധ്യമല്ല. എത്രയോ ദൈവാസന്മാര് സ്റ്റേജിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന് പ്രസംഗിക്കാൻ ഈ വിഷയമല്ലായിരുന്നു, വേറൊരു വിഷയമാണ് ഞാൻ കരുതിക്കൊണ്ട് വന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ആ സബ്ജക്റ്റ് മാറ്റിക്കളഞ്ഞു. നമ്മൾ എവിടെ എന്ത് പ്രസംഗിക്കണമെന്ന് പോലും ഒരു നല്ല ദൈവാസന് പരിശുദ്ധാത്മാവാണ് നിയോഗം കൊടുക്കുന്നത്. മനസ്സിലായോ? ഒരു ദൈവാസന എപ്പോഴും ദൈവമക്കളും ദൈവാസന്മാരും ഒക്കെ കർത്താവിന്റെ കയ്യിലെ ഉപകരണങ്ങളാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ അത് എപ്പോൾ എങ്ങനെ എന്തിനു ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളാ തീരുമാനിക്കുന്നത്. അതുപോലെ നമ്മൾ ദൈവത്തിന്റെ കയ്യിലെ ഉപകരണങ്ങളാണെങ്കിൽ എപ്പോഴെങ്ങനെ എവിടെ വെച്ച് അത് ഉപയോഗിക്കണം ദൈവമാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഏഴാമത്തെ കാര്യം, ദൈവസഭ. സഭയ്ക്ക് ഒരുപാട് നിർവചനങ്ങളുണ്ട്. അത് നമ്മുടെ മെയിൻ ടോപ്പിക്കാണ്. അത് പിന്നെ ഒടുവിൽ പഠിക്കുന്നതായിരിക്കും. എന്നാൽ സഭയെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരണം. അത് ഞാൻ അതിന്റെ ആ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവീയ സത്യങ്ങളെ സ്വീകരിച്ച് അത് സൂക്ഷിച്ച് പകർന്നു കൊടുക്കുന്ന ഏക സ്ഥാപനമാണ് ദൈവസഭ. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവിക സത്യങ്ങളെ സ്വീകരിക്കുന്നു. എവിടുന്നാണ്? ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് നാം ആ സത്യങ്ങൾ സൂക്ഷിച്ചു വെച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സ്ഥാപനമാണ് ദൈവസഭ. ഇംഗ്ലീഷിൽ റിസീവിങ്, കീപ്പിംഗ് ആൻഡ് പോറിങ്. റിസീവ് ചെയ്യുക, അത് കീപ്പ് ചെയ്യുക, അതെന്ത് ചെയ്യുക? പോർ ചെയ്യുക, പകർന്നു കൊടുക്കുക. ആത്മീയ മനുഷ്യരെ കൊണ്ട് ദൈവം പണിത ദൈവത്തിന്റെ കൈവേലയാണ് ദൈവസഭ എന്ന് പറയുന്നത്. ദൈവസഭ എന്ന് പറഞ്ഞാൽ ആത്മീയരാ. ലോക്കൽ യൂണിറ്റിനകത്ത് ജഡിയന്മാരും പ്രാകൃതന്മാരും ഒക്കെ കണ്ടേക്കാം. എന്നാൽ ദൈവസഭയ്ക്കകത്ത് ഒരൊറ്റ ജഡിയരുമില്ലെന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ആ ഒറിജിനൽ ചർച്ചിനകത്ത് ആത്മീയര് മാത്രമേ ഉള്ളൂ. The group of spiritual people. That is nothing but the church of God. ദൈവത്തിന്റെ സഭ. തിരുവെഴുത്തുകളുടെ കൂട്ടുത്തരവാദിത്വം ദൈവസഭയ്ക്കാ ഉള്ളത്. ഡെഫിനിഷൻ ഒന്നുകൂടെ പറയണ സാറേ. ആത്മീയ മനുഷ്യനെ കൊണ്ട് പണിത ദൈവത്തിന്റെ കൈവേലയാണ് ദൈവസഭ. ദൈവം പണിത ദൈവത്തിന്റെ കൈവേലയ്ക്കകത്ത് സഹോദരി നീയുണ്ട്. സന്തോഷിക്കാൻ വകയുണ്ടോ? സഹോദര നീയുണ്ട്. ദൈവാസന നീയുണ്ട്.
ചെറിയ കാര്യമല്ല. ദൈവത്തിന്റെ കൈവേലക്കകത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ചില മാനുഷിക കൈവേലകളെ പൊളിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ കൈവേലക്കകത്ത് ദൈവം നമ്മെ ആക്കി വെച്ചത് ചെറിയ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തോടുകൂടെ ദൈവസഭയുടെ ഉപദേശങ്ങളെല്ലാം പൂർണ്ണമായി. എന്നിട്ട് സഭയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ ദൂതുണ്ട്. വെളിപ്പാട് പുസ്തകം 22:18-19 അതുകൂടെ പറഞ്ഞ് നിർത്തുക. വെളിപ്പാട് പുസ്തകം 22:18-19 വായിക്കാം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ആമേൻ. അന്നേരം ചുരുക്കം ഇത്രയേ ഉള്ളൂ. സഭയ്ക്കുള്ള ഉപദേശങ്ങളെല്ലാം യേശുക്രിസ്തു അപ്പോസ്തലന്മാരും തന്നു കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകത്തോടുകൂടി അത് പൂർണ്ണമായി. ഇനി ഏതെങ്കിലും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതിനോട് കൂട്ടാൻ പാടില്ല, ഇനി അതിനോട് കുറയ്ക്കാൻ പാടില്ല. മനസ്സിലായോ? ഇടയ്ക്കിടയ്ക്ക് ഇടയലേഖനമൊക്കെ പലരും ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ലേഖനം ഇറക്കാനുള്ളതല്ല ദൈവത്തിന്റെ വചനം. നമുക്ക് ആവശ്യമുള്ള 21 ലേഖനങ്ങൾ പുതിയ നിയമസഭ റോമാലേഖനം മുതൽ വെളിപ്പാട് വരെ തന്നിട്ടുണ്ട്. ദൈവസഭയുടെ ഉപദേശങ്ങളാണ് ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. സഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണം അതാണ് അപ്പോസ്തലരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. മനസ്സിലായോ? ദൈവസഭയുടെ ഭാവിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, സ്വർഗാരോഹണം, ക്രൂശീകരണം ഒക്കെയാണ് സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത്. നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് 2 തീമോഥെയോസ് 3:14 തോന്നുന്നു, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ പഠിച്ചും അതിൽ നിശ്ചയം പ്രാപിച്ചു ഇരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ള തിരുവെഴുത്തെല്ലാം ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി വേറെ ഒന്നും വേണ്ട. മനസ്സിലായോ? ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏതാ? 2 തീമോഥെയോസ് 3:14 വാക്യം. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്തീയ വെളിപ്പാടിനെ കുറിച്ചാണ്, ക്രിസ്ത്യൻ റെവലേഷനെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് പിന്നെ സഭാശാസ്ത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ഇതിനൊരു അടിസ്ഥാനം നമ്മൾ പഠിക്കണമല്ലോ. അതുകൊണ്ട് ഇനി 1-2 ക്ലാസ് കൂടെ ചിലപ്പോൾ ഇൻട്രൊഡക്ഷൻ കാണും. ഞായറാഴ്ച നമുക്ക് രാജു സാറിന്റെ ക്ലാസ് ആയിരിക്കും. ഇന്ത്യൻ സമയം 5:30. പ്രാർത്ഥനയോടെ എല്ലാവരും ജോയിൻ ചെയ്യുക. കഴിവതും എല്ലാവരും ജോയിൻ ശ്രമിക്കണം. നമുക്കറിയാം, നമ്മളൊക്കെ ഉൾപ്പെടുന്ന സഭകൾ എപ്പോഴും നമുക്ക് ചിലപ്പോൾ ഉപവാസ പ്രാർത്ഥനകൾ കാണും, കൺവെൻഷൻ കാണും, അതെല്ലാം കാണുമെങ്കിലും നമ്മൾ സമയം ഉണ്ടാക്കി നമുക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നിലവാരമാണെങ്കിൽ നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം? അതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സുജിൻ പ്രാർത്ഥിക്കാം. വാക്തത്വങ്ങളിൽ വിശ്വസ്തനെ വാക്കുമാറാത്തവനായ